ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാജിക് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ 55x5, 369 എന്നീ എഴുതുന്ന രീതികളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഈ എഴുതുന്ന കാര്യങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നാണ് വിഷ്വലൈസേഷൻ. ലോക പ്രശസ്തരായ അത്ലറ്റുകളും ബിസിനസ്സുകാരും കലാകാരന്മാരും തങ്ങളുടെ ജീവിതം മുൻകൂട്ടി കാണാൻ ഉപയോഗിക്കുന്ന വിദ്യയാണിത്. കാണുന്നതാണ് വിശ്വസിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മനക്കണ്ണ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. എന്താണ് വിഷ്വലൈസേഷൻ? ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ ഒരു സിനിമ പോലെ കാണുന്ന രീതിയാണിത്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യവും നമ്മൾ സങ്കല്പിക്കുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ അതിന് കഴിയില്ല. നിങ്ങൾ തീവ്രമായി ഒന്ന് സങ്കല്പിച്ചാൽ അത് സത്യമാണെന്ന് കരുതി നിങ്ങളുടെ ശരീരം ആ സന്തോഷവും ഊർജവും പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഇതാണ് പ്രപഞ്ചത്തിലേക്ക് ശക്തമായ സന്ദേശങ്ങൾ അയക്കുന്നത്. ഇത് എങ്ങനെ ചെയ്യാം? സ്റ്റെപ്പ് 1, ശാന്തമായ ഒരിടം കണ്ടെത്തുക. ശല്യപ്പെടുത്തലുകൾ ഇല്ലാത്ത ഒരിടത്ത് സുഖകരമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കണ്ണുകൾ അടച്ച് കുറച്ചു സമയം ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ലക്ഷ്യം തിരഞ്ഞെടുക്കുക. നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. സ്റ്റെപ്പ് 3, 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുക. വെറുതെ ഒരു ചിത്രം കാണുകയല്ല വേണ്ടത്. ആ ജോലി ലഭിച്ച ദിവസം നിങ്ങൾ ഓഫീസിലേക്ക് കയറുന്നത് സങ്കല്പിക്കുക. അവിടുത്തെ AC-യുടെ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തട്ടുന്നത് അനുഭവിക്കുക. സഹപ്രവർത്തകർ നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് നൽകുന്നതും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നതും കേൾക്കുക. അവിടുത്തെ കാപ്പിയുടെ മണം അല്ലെങ്കിൽ പുതിയ ഫയലുകളുടെ മണം അനുഭവിക്കുക. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ആവേശവും സന്തോഷവും പൂർണ്ണമായും അനുഭവിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിഷ്വലൈസേഷൻ ഫലപ്രദമാകാൻ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. 1, വികാരം, ഇമോഷൻ. വെറുതെ ഒരു സിനിമ കാണുന്നത് പോലെയല്ല. ആ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ അലകൾ ഉണ്ടാക്കണം. കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നു എന്നാണ് അർത്ഥം. സമയക്രമം: ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ ഉണർന്ന ഉടനെയോ ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ആ സമയത്താണ് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്നത്. പോസിറ്റീവായ ഒരു ഉദാഹരണം നോക്കാം. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി ഒരു പാർക്കിലൂടെ ഓടുന്നതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് കണ്ണാടിയിൽ നോക്കി ചിരിക്കുന്നതോ സങ്കല്പിക്കുക. എനിക്ക് അസുഖമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ശരീരം ഓരോ കോശവും ഊർജം നിറഞ്ഞ് തിളങ്ങുന്നതാണ് എന്ന് കാണുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വെറും 5 മിനിറ്റ് നിങ്ങളുടെ സ്വപ്ന ജീവിതം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചിന്താഗതിയെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന അഫർമേഷൻസ് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്